നമസ്കാരം. വണ്ടർ 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. AI കൊണ്ടുണ്ടായ തകർച്ച മാർക്കറ്റിനുണ്ടായപ്പോഴും അതേപോലെ തന്നെ യുദ്ധം വന്നിട്ട് തകർച്ച ഉണ്ടായപ്പോഴും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് AI കൊണ്ടും യുദ്ധം കൊണ്ടും തകർച്ച നേരിടാത്ത അഥവാ കാര്യമായിട്ട് നേരിടാത്ത സെക്ടറുകൾ ഏതൊക്കെയാണുള്ളത്, സ്റ്റോക്കുകൾ ഏതൊക്കെയാണുള്ളത് എന്നുള്ളത്. നമ്മൾ ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും ഇവയെക്കുറിച്ചുള്ള പലതും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് കരുതിയത്. നമുക്കറിയുന്ന പോലെ തന്നെ AI കൊണ്ട് തകർച്ചകളൊക്കെ കുറേ നേരിട്ടു. നമ്മുടെ ഇന്ത്യയിലെ IT കമ്പനികളുടെ പ്രത്യേക സ്വഭാവമനുസരിച്ചും അവരുടെ റവന്യൂവിൻ്റെ സ്വഭാവമനുസരിച്ചും AI പ്രത്യേകിച്ച് ആൻഡ്രോപ്പിക്കിൻ്റെ പല പ്രോഡക്ട്സും തരുന്ന ഒരു സന്ദേശം ഇന്ത്യൻ IT കമ്പനികളുടെ സ്വഭാവത്തിൽ, അവരുടെ റവന്യൂ വരുന്ന സ്വഭാവത്തിൽ അവയിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് ഇപ്പോൾ പുതുതായിട്ട് അവതരിപ്പിച്ച പല AI മോഡലുകളും ഉണ്ടാക്കുമെന്നാണ്. അഥവാ പാരമ്പര്യമായിട്ടുള്ള IT സർവീസസിൻ്റെ അവയിൽ നിന്ന് റവന്യൂ ലഭിക്കുന്ന മേഖലകൾ അവയെല്ലാം AI ഓട്ടോമേറ്റ് ചെയ്തു പോവുകയും അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക സർവീസ് അതേപോലെ തന്നെ ആവശ്യമില്ലാതെ വരികയോ അഥവാ അതിനേക്കാളും കുറഞ്ഞ ക്യുമുലേറ്റീവ് പേയ്മെൻറ്റിൽ ചെയ്തു കൊടുക്കാൻ ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റവന്യൂ ഇന്ത്യൻ IT കമ്പനികൾക്ക് കുറയും എന്നാണ് പറയുന്നത്. എല്ലാവരും AI കൊണ്ടുണ്ടാകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ അടുത്ത് വിട്ടുപോകുന്ന ഒരു കാര്യം ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ AI കൊണ്ട് ഉണ്ടാകുന്ന കഷ്ടപ്പാടുണ്ടാകുന്നവരെക്കാളും ബെനിഫിറ്റ് ഉള്ളവരാണ് കൂടുതലായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. കാരണം IT കമ്പനികളോ ഇവയിൽ നിന്നുള്ള റവന്യൂ വരുന്നവരോ അല്ലാതെ ബാക്കി എല്ലാവരും ബെനിഫിഷ്യറീസാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്ന് ഇരിക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ക്ലാസിക് എക്സാമ്പിളായിട്ട് MCXനെ എടുക്കാം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് MCX അവരുടെ റവന്യൂവിൻ്റെ ഏകദേശം 20% അടുത്ത് വരുന്ന തത്തുല്യമായിട്ടുള്ളൊരു തുകയാണ് സോഫ്റ്റ്വെയർ റോയൽറ്റി ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്, പ്ലാറ്റ്ഫോം ഫീ ആയിട്ടുമൊക്കെ. അവയിൽ നിന്നും ഒരു വിമോചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ, സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു റവന്യൂ കാര്യമായിട്ട് ലാഭിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ IT സർവീസ് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അവരുടെ IT ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള സ്പെൻഡിങ് വലിയൊരു പരിധിവരെ കുറയുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു IT ഫ്രെയിം വർക്ക് ലഭിക്കുകയോ ചെയ്യും. അതുവഴി ആത്യന്തികമായിട്ട് അവർക്ക് ഗുണം തന്നെയാണുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് ട്രാക്ടർ വന്നു കഴിഞ്ഞപ്പോൾ കൊയ്ത്തും മെതിയൊക്കെ ചെയ്യുന്നവർക്ക് ജോലിയില്ലാതായി. പക്ഷേ ട്രാക്ടർ വന്നതോടുകൂടിയിട്ട് ഭൂ ഉടമകൾക്ക് കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനും പ്രോഫിറ്റ് മാർജിൻ ഉയർത്താനും കഴിഞ്ഞു. അപ്പോൾ എല്ലാ ദോഷത്തിനും ഒരു ഗുണകരമായിട്ടുള്ളൊരു വശമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. യുദ്ധവും AIയും ഇവ രണ്ടും കാര്യമായിട്ട് ബാധിക്കാത്ത മേഖലകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തുലവും തുച്ഛമായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടും കാര്യമായിട്ട് ബാധിക്കാത്തൊരു മേഖലയാണ് FMCG. പ്രത്യേകിച്ച് ഇന്ത്യയിലെ FMCG കമ്പനികളുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് തുലവും തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് FMCG കമ്പനികളെ ബാധിക്കില്ല. കൂടാതെ ഇന്ത്യയിലെ FMCG കമ്പനികൾ മിക്കതും വലിയൊരു പ്രീമിയം ലെയറിലുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള റവന്യൂ താരതമ്യേന കുറവാണ്. എന്തുകൊണ്ടാണ് ഞാനൊരു പ്രീമിയം ലെയറിലുള്ള ഉൽപ്പന്നങ്ങൾ കുറവായിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത്? കാരണം പ്രീമിയം പ്രോഡക്ട്സ് പലപ്പോഴും ഒരു ലക്ഷറി ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഓയിലുണ്ടാകുന്ന വിലവർധനവ് അതാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട പരിണിതഫലം. അതുകൊണ്ട് ഓയിലുണ്ടാകുന്ന വിലവർധനവ് ഇൻഫ്ലേഷനിലേക്ക് വന്നാൽ പോലും അത് കാര്യമായിട്ട് ബാധിക്കപ്പെടാവുന്നത് സാധാരണ രീതിയിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന പ്രീമിയം പ്രോഡക്ട്സാണ്. ഈ ഒരു പ്രീമിയം പ്രോഡക്ട്സ് സാധാരണ രീതിയിൽ നമ്മൾ ഈ കാണുന്ന മിക്ക FMCG കമ്പനികളും ITC ആകട്ടെ, ഡാബർ ആകട്ടെ, HUL ആകട്ടെ, ഇവയ്ക്കെല്ലാം അവയിൽ നിന്നുള്ള റവന്യൂ താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ AI ആകട്ടെ അല്ലെങ്കിൽ യുദ്ധമാകട്ടെ ഈ FMCG കമ്പനികളെ കാര്യമായിട്ട് ബാധിക്കും എന്ന് നമുക്ക് കരുതാൻ വയ്യ. രണ്ടാമത്തെ മേഖല ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖല വലിയൊരു പരിധിവരെ നമ്മൾ പ്രൈവറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അത് സാധാരണ രീതിയിൽ ഒരു ലക്ഷറി ആയിട്ടാണ് പലപ്പോഴും കരുതപ്പെടാറുള്ളത്. പക്ഷേ എങ്കിൽ പോലും സർക്കാരിൻ്റെ പല പല പ്രോജക്റ്റുകൾക്കുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പെനിട്രേഷൻ വളരെ കൂടുതൽ ഇന്ത്യയിലുണ്ടെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ വലിയൊരു പരിധിവരെ ആരോഗ്യ മേഖലയും ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. AIക്കും കാര്യമായിട്ടൊന്നും ആരോഗ്യ മേഖലയുടെ മാർജിൻസോ അല്ലെങ്കിൽ റവന്യൂയോ ബാധിക്കാൻ ഉള്ള സാധ്യതയില്ല. പിന്നെയും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ സ്കിൽഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർജന് പകരം വേണമെങ്കിൽ ഭാവിയിൽ ഒരു റോബോട്ടിക് സർജറി, പ്രത്യേകിച്ച് ഓട്ടോണോമസ് AI റോബോട്ട്സ് വേണമെങ്കിൽ സർജറി ചെയ്യുന്ന ഒരു കാലം വിദൂരമല്ല. ഇന്ന് തന്നെ റോബോട്ടിക് സർജറി പല സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്സിനും ഉണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൽഡ് മാൻ പവറിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്ന ചിലവ് കുറയ്ക്കുകയും ഇതുവഴി പ്രോഫിറ്റ് മാർജിൻസ് ഉയർത്തുകയും ചെയ്യാം. കൂടാതെ AI വന്നു കഴിഞ്ഞാലും യുദ്ധം വന്നാലും അസുഖവും ആരോഗ്യവുമെല്ലാം അഥവാ അതിന്മേലുള്ള സ്പെൻഡിങ്
അത് കാര്യമായിട്ട് മാറ്റങ്ങളില്ലാതെ മുമ്പോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹെൽത്ത് ടൂറിസം മാത്രമേ കാര്യമായിട്ട് ബാധിക്കാൻ വഴിയുള്ളൂ. പ്രത്യേകിച്ച് ഫോർട്ടിസ് ആകട്ടെ അല്ലെങ്കിൽ എസ്റ്റർ ആകട്ടെ, ഇവയൊക്കെ ഹെൽത്ത് ടൂറിസവും NRI ക്ലയൻസിനെയൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികളാണ്. അല്ലാതെ സാധാരണ രീതിയിൽ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഈ രണ്ട് മേഖലയും AI കൊണ്ടും യുദ്ധം കൊണ്ടും പ്രതികൂലമായിട്ട് ഒന്നും ബാധിക്കപ്പെടാത്തതാണ്. മറ്റൊന്നുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ബാക്ക് ബോൺ ആണ്, പ്രത്യേകിച്ച് പവർ ഇൻഫ്രാസ്ട്രക്ചർ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, നമുക്കറിയുന്ന പോലെ തന്നെ AI വന്നാലും ശരി, ഡാറ്റാ സെൻറ്റർ വന്നാലും ശരി, വേറെ എന്ത് വന്നാലും പോയാലും ശരി, പവർ ബാക്ക് ബോൺ ഇവിടെ അതേപോലെ തന്നെ എല്ലാ കാലത്തും നിൽക്കും. പവറിൻ്റെ കൺസംഷൻ കാര്യമായിട്ട് കൂടിയാലും കുറഞ്ഞാലും കാര്യമായിട്ട് കാരിയർ കമ്മീഷനെ അത് ബാധിക്കാറില്ല. അതുപോലെ തന്നെ വലിയൊരു മാറ്റം വരാത്തൊരു മേഖലയാണ് കൺസ്ട്രക്ഷൻ കമ്പനികൾ, പ്രത്യേകിച്ച് തദ്ദേശീയമായിട്ട് കോൺട്രാക്റ്റുള്ള കമ്പനികൾ. യുദ്ധം ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ കാര്യമായിട്ട് ബാധിക്കില്ല, ദീർഘകാലത്തേക്കാണെങ്കിൽ പതുക്കെ ബാധിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡിന് വില കൂടിക്കഴിഞ്ഞാൽ പതുക്കെ സിമെൻറ്റിനും സ്റ്റീലിനും വില കൂടാൻ തുടങ്ങും. പ്രോഫിറ്റ് മാർജിൻസ് കുറയുന്നതിലേക്കായിരിക്കും വഴിവെക്കുന്നത്. അപ്പോൾ പ്രധാനമായും FMCGയും ഹെൽത്ത് കെയറും പവർ ഇൻഫ്രാസ്ട്രക്ചറും ഇവ കാര്യമായിട്ട് AI കൊണ്ടോ അല്ലെങ്കിൽ യുദ്ധം കൊണ്ടോ ബാധിക്കപ്പെടാത്ത സെക്ടറുകളാണെന്ന് കാണാം. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് മനസ്സിൽ വയ്ക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അത് താരതമ്യേന ഒരു ലോ ബീറ്റ സ്റ്റോക്കുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ നല്ല കാലങ്ങൾ വരുമ്പോഴും ഇവയിലുള്ള മൂവ്മെൻറ്റ് താരതമ്യേന മറ്റ് സ്റ്റോക്കുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെക്കുക. മറ്റൊരു തരത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.